നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. കുടിവെള്ളം മലിനമാക്കുകയും വയൽ മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട CPIM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തി. പരപ്പനങ്ങാടി റോഡിലെ താജ് ഓഡിറ്റോറിയം പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ദാറുൽ സമീപത്ത് വെച്ച പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെ 2000-ലധികം ആളുകൾ ദാറുൽ ഹുദയിൽ താമസിക്കുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള മാലിന്യ സംസ്കരണ സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നില്ല. ചെമ്മാട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാഴ്ത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിന് പരിഹാരം കാണണമെന്ന് CPM ആവശ്യപ്പെട്ടു. ദാറുൽ ഹുദയിൽ നിന്നുള്ള മാലിന്യങ്ങൾ പ്രദേശത്തെ ജലസ്രോതസ്സുകളെ വർഷങ്ങളായി മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും നിരന്തരമായി നാട്ടുകാരുടെ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് ഈ പ്രക്രിയ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പ്രദേശത്തെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് നേരെ മതമൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ദാറുൽ ഹുദ പോലുള്ള സ്ഥാപനം നടത്തുന്ന മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാരിൽ നിന്നുണ്ടാകുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ശുദ്ധജലത്തിൻ്റെ ലഭ്യത കുറയുന്നതോടെ അശുദ്ധമായ വെള്ളം ഉപയോഗിക്കുക നിർബന്ധിതരാവുന്ന ജനങ്ങൾക്ക് പലതരം രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ടെന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. മാനിപ്പാടം നികത്തുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPIM തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി തയ്യിൽ അലവി പറഞ്ഞു. വീട്ടിലേക്കും മാലിന്യജലം ഒഴുകി വരുന്ന വിഷയങ്ങൾ നമ്മുടെ തിരൂരങ്ങാടിക്കകത്ത് വ്യാപകമാണ്. ഇതെല്ലാം മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഈ അവസ്ഥ പരിഹരിക്കപ്പെടുന്നതിനുള്ള പക്ഷവും പോരാട്ടങ്ങളും ജനശ്രദ്ധയിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോകേണ്ട പാർട്ടി എന്ന രൂപത്തിലേക്കാണ് CPM ഇത് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെ ആകമൊത്തം ഓരോരോ പട്ടം ഏറ്റെടുത്തുകൊണ്ട് അതാത് പട്ടത്തിന് പരിഹാരം കണ്ടെത്തിന് വേണ്ടി ജനങ്ങളെ അകത്തിന് അണിനിരത്തി മുന്നോട്ട് പോവുക. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ണ് ചീമിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ണ് തുറപ്പിക്കുക. അത് ഭരണമുണ്ട് എന്നുള്ളത് കൊണ്ട്, ഭരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് റവന്യൂ അടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരടക്കം കാണുന്ന വീഴ്ചയെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അവരടക്കം തന്നെ കണ്ണ് തുറന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരം പ്രവൃത്തി ഇവർ മാത്രമല്ല, ആര് തന്നെയാണ് വ്യാപകമായി പാടം തീർക്കുന്നെങ്കിൽ അവിടെ ഇടപെടാനുള്ള അധികാരം ചുമതലമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ള ചൂണ്ടിക്കാണിച്ചു പോകാനാണ്. ഏതെങ്കിലും പാവപ്പെട്ട ഒരു മനുഷ്യൻ 5 സെന്റ് ഭൂമിയുള്ള ആള് ആ 5 സെന്റ് കൂര വെക്കുന്നതിന് വേണ്ടി അത് പാടം തീർത്തു കഴിഞ്ഞാൽ അവിടെ ചാടിക്കേറി പോകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിനെതിരായി സമരം നടക്കുന്നവരുണ്ട്. ആ സമരത്തേക്കല്ല ഞങ്ങൾ പോകുന്നത്. ഇതുപോലെ തക്കുന്ന സ്ഥാപനം നടത്തിക്കൊണ്ട് നിരവധി ആയിരക്കണക്കിന് വരുന്ന കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത് ഞങ്ങളെതിരല്ല. അത് മതസ്ഥാപനമായാലും മറ്റ് സ്ഥാപനമോ ഞങ്ങളെതിരല്ല. പക്ഷേ അതെല്ലാം പഠിപ്പിക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ അതിനാവശ്യമുള്ള സംരക്ഷണം നൽകേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവർക്ക് എന്താണ് പ്രശ്നം? ഇവർക്ക് വരുന്ന വരുമാനത്തിൽ വല്ല കുറവുണ്ടോ? സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞങ്ങളടക്കം പറയാം, ജനങ്ങളോട് പറയാം. ഈ ദാലുദയ്ക്ക് ഇന്ന രൂപത്തിലേക്ക് അവിടുത്തെ മാലിന്യപ്പെട്ട പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി പൊതുജനങ്ങളാകെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളടക്കം പ്രഖ്യാപനം നടത്താനും സഹായിക്കുന്നതിനും ഞങ്ങൾ തയ്യാറായി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയണം.
അവർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാൻ കഴിയും. മമ്പറമടക്കമുള്ള മക്കാമുന്നടക്കം വരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ അടക്കം വരുമാനം എത്തുന്ന ഈ സ്ഥാപനത്തിലേക്കാണെന്ന്. ആ സ്ഥാപനത്തിനകത്ത് ആ പണം കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ, പണമില്ലെങ്കിൽ എന്ന് പറയിൽ അത് തുറന്നു പറയണം. അതല്ല, ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ കറോപ്പസുവാക്കി മാറ്റുന്നതിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവെട്ടി കൊള്ളയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാവണം. അങ്ങനെ ജനങ്ങളെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോകണം. അങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോകുന്നതിന് വേണ്ടി സ്വമേധ ഈ ഭരണാധികാരി ഇവർ തയ്യാറാകുമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നടക്കുന്ന സമരം അധികാരിയുടെ കണ്ട് തുറപ്പിക്കാനാണ്. മുനിസിപ്പാലിറ്റി അടക്കമുള്ള ചെയർമാൻ അടക്കമുള്ള മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരൊക്കെ തന്നെ അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യണം. അവർ ഭരിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കുടിക്കാനും ശ്വസിക്കാൻ വായുമടക്കം തന്നെ മാലിന്യമാക്കാതെ നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. ആ പ്രവൃത്തി മുനിസിപ്പാലിറ്റി ചെയ്യണം. അത് ചെയ്യാൻ തയ്യാറാവണം. അതിനകത്ത് ഭയപ്പെടേണ്ടതില്ല, രാഷ്ട്രീയം നോക്കേണ്ടതില്ല, പാർട്ടി നോക്കേണ്ടതില്ല, വോട്ട് നോക്കേണ്ടതില്ല. ഏതെങ്കിലും മന്ത്രിമാരെ പിണക്കി കഴിഞ്ഞാൽ, അവർക്കെതിരായി പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കുറയുമെന്ന പേടി വേണ്ട. ഞങ്ങൾ ഈ പറയുന്നത് വോട്ടിന് വേണ്ടിയല്ല, തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല. വോട്ടും തെരഞ്ഞെടുപ്പും അല്ല പ്രശ്നം, ജനങ്ങളെ പ്രശ്നമാണ്. ഞങ്ങൾ എത്ര ചെറിയ പാർട്ടിയായാലും ശരി, ആ ചെറിയ പാർട്ടി ജനങ്ങളെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ലെട്ടല്ലോട് ഉയർത്തിക്കൊണ്ട് പറയാനുള്ള ചങ്കുറ്റം കാണിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെയാണ് കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും മതസ്ഥാപനത്തിന്റെ ഭാഗമാണ്, അതിന്റെ മറവിലാണ് നടക്കുന്നെങ്കിൽ അതങ്ങ് തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇടിഞ്ഞു പോകുമെന്ന പ്രതീക്ഷിക്കുന്ന പാർട്ടിയല്ല ഞങ്ങൾ. അങ്ങനെ ഇടിയാണെങ്കിൽ, തുമ്പിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് തെറിച്ചു പോകട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി അഭിപ്രായം. ഏരിയ കമ്മിറ്റി അംഗം ടി കാർത്തികേയൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കസി ഇബ്രാഹിംകുട്ടി, കെ രാമദാസ്, MP ഇസ്മായിൽ, കെ ഉണ്ണികൃഷ്ണൻ, നിയാസ് തയ്യിൽ, കെ ജയചന്ദ്രൻ, പി സാഹിർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. NM ഷമേജ്, സി ഹരിദാസൻ, പി സുബ്രഹ്മണ്യൻ, കെ ധർമ്മരാജ്, കെ ഉണ്ണികൃഷ്ണൻ, അബ്ദുറഹ്മാൻ മച്ചിങ്ങൽ, AT മാജിദ, EP മനോജ്, കമറുദ്ദീൻ കക്കാട് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.